ഒരൊറ്റ പോയിന്റാ ഞാൻ കാര്യമായി പറഞ്ഞത്. നമ്മുടെ ഇബാദത്ത് വെറുതെ ആകരുത്. നിസ്കാരങ്ങൾ, നോമ്പുകൾ, ഇൽമു പഠിക്കുന്നത്, പഠിപ്പിക്കുന്നത്, വാള് പറയുന്നത്, കേൾക്കുന്നത്, സംഭാവന കൊടുക്കുന്നത് ഒക്കെ അല്ലാഹു തആല സ്വീകരിക്കണം. സ്വീകരിക്കണമെങ്കിലുള്ള ഒരു നിബന്ധന അല്ലാഹു തആല വെച്ചതോ ഈ ഒരു വിഷയമാണ്. അള്ളാഹിന്റെ വസിയ്യത്താക്കി അല്ലാഹു പഠിപ്പിച്ചെന്നത് മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണം, അവരുടെ പൊരുത്തം സമ്പാദിക്കണം, ഒരിക്കലും അവരുടെ കോപം പിടിച്ചു പറ്റരുത്, അവരുടെ വെറുപ്പ് സമ്പാദിക്കരുത്, സ്നേഹമുള്ള, സന്തോഷമുള്ള, പൊരുത്തമുള്ള ആളുകളായി ജീവിച്ചു മരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എന്റെ ഉമ്മ പറഞ്ഞതുകൊണ്ട്, വാപ്പ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് ഏറെ പറഞ്ഞുപോയി. പൊരുത്തപ്പെടിക്കണം, കൈ പിടിച്ചിട്ട് പൊരുത്തപ്പെടിക്കണം. പൊരുത്തം അവരെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടിയെന്ന് ബോധ്യപ്പെടാൻ എന്തെല്ലാം സന്തോഷങ്ങൾ നൽകണോ അതൊക്കെ നൽകണം. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മളിങ്ങനെ ഉമ്മാനെയും ബാപ്പാനും സന്തോഷിച്ചു. ഒരിക്കൽ ഉമ്മ പറഞ്ഞു, മോനെ അന്ന് നീ എന്നോട് പറഞ്ഞ് ഞാൻ ഇപ്പൊ ഏതായാലും പൂർണ്ണമായിട്ട് എന്റെ മനസ്സൊന്ന് ഒഴിവാക്കിയിട്ട് ഞാനത് പൊരുത്തപ്പെട്ടു തന്നൂന്ന് സ്നേഹത്തോടെ പറയുന്ന ഒരു ഘട്ടം വരുന്നത് വരെ ഖിദ്മ ചെയ്യണം. ഒരു വാക്ക് ഒരിക്കൽ മുന്തി പറഞ്ഞെങ്കിൽ, ഒരു വാക്ക് ഒരിക്കൽ ഏറെ പറഞ്ഞെങ്കിൽ, ഒരു വാക്ക് പൊരുത്തക്കേടായി പറഞ്ഞെങ്കിൽ, പൊരുത്തം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സമയം വരെ അവരുടെ പിന്നാലെ കൂടിയിട്ട് കാര്യമായിട്ട് പൊരുത്തപ്പെടിക്കണം.